ആദ്യം നമുക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടി വറുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് മുളക് പൊടി നന്നായിട്ട് അതേ ചട്ടിയിലിട്ടിട്ട് വറുത്ത് എടുക്കാം. എന്നിട്ട് അതും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അടിച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചിക്കനിലോട്ട് അത് ചേർക്കാം. അപ്പോൾ ചിക്കനിലോട്ട് ചേർത്തു, ഉപ്പ് ചേർത്തു, എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ഇളക്കിയിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന വരെ, ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളി അപ്പോൾ ഏകദേശം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ ഇട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ആ മസാലയൊക്കെ കലക്കിയിട്ട് അതിൽ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. വേവിച്ച ചിക്കൻ എടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി അതൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.